ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിയിൽ കേന്ദ്ര സർക്കാരിനെയും ബിജെപിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. കോൺഗ്രസിനെതിരെ ജനാധിപത്യ വിരുദ്ധ നടപടി സ്വീകരിക്കുന്നുവെന്ന് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. മരവിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ടല്ല, ജനാധിപത്യത്തെയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിടുമെന്ന ഭയത്തിലാണെന്നും കോൺഗ്രസിനെ ജനം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പായി കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. പ്രചാരണത്തിനടക്കം പണം കണ്ടെത്താൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. साजिशन मुख्य विपक्षी दल का बैंक अकाउंट फ्रीज कर दिया गया है ताकि हम पैसों के अभाव में बराबरी से चुनाव ना लड़े और ना लड़ पाए. ये सत्ताधारी दल द्वारा एक खतरनाक खेल है. കോൺഗ്രസിന്റെ പ്രചാരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമം എന്ന കുറ്റപ്പെടുത്തലാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. This issue affects not just the Indian National Congress. Even under these most challenging circumstances, we are doing our very best to maintain the effectiveness of our election campaign. കോൺഗ്രസിനെതിരെ നടന്നത് ക്രിമിനൽ ആക്രമണമെന്നും ഇന്ത്യ വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നത് വലിയ കളവാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. All our bank accounts have been frozen. We can do no campaign work. We cannot support our workers. We cannot support our candidates. Our leaders cannot fly from one part of the country to the other. Forget fly. They can't take a railway train. പ്രശ്നപരിഹാരത്തിന് സാധ്യമായ എല്ലാ നിയമവഴികളും കോൺഗ്രസ് തേടുന്നതായി AICC ട്രഷറർ അജയ് മാക്കൻ അറിയിച്ചു. അതേസമയം കോൺഗ്രസിനെ കടന്നാക്രമിച്ച BJP അധ്യക്ഷൻ JP നദ്ദ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിടുമെന്ന ഭയത്തിലാണെന്നും കോൺഗ്രസിനെ ജനം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുവെന്നും പറഞ്ഞു. ജനാധിപത്യമില്ലാതായത് 1975 മുതൽ 77 വരെ ഇന്ദിരാഭരണത്തിലെന്നും നദ്ദ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി വായ തുറക്കും തോറും കോൺഗ്രസിന് വോട്ട് കുറയുമെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് പരിഹസിച്ചു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് രാജ്യത്തെ സ്ഥാപനങ്ങളെ അവഹേളിക്കുന്നുവെന്നും രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.